കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു സമാധാനപരമായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് അത് വ്യാപിപ്പിക്കാൻ നോക്കിയതാണ്. ബീഹാറിലാണ് അത് വ്യാപിപ്പിക്കാൻ നോക്കിയത്. ബീഹാറിലെ പാറ്റ്നയിൽ പോലീസ് നേരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമവും കല്ലേറും ഒക്കെ ഉണ്ടായി. പോലീസ് അതിനെ അടിച്ച് ചുരുട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം ഒട്ടും വൈകിയില്ല, പോലീസ് അപ്പോൾ തന്നെ നടപടി തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോഴിതാ പാറ്റ്ന പോലീസ് 120ഓളം കലാപകാരികളുടെ ഫോട്ടോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 120 കലാപകാരികളും പോലീസുകാരെ ആക്രമിച്ചവരാണ്, പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തവരാണ്, സിവിലിയൻസിനെ അസോൾട്ട് ചെയ്തവരാണ് എന്നുള്ളതാണ്. അതായത് ജനങ്ങളെ പച്ചത്തെറി വിളിക്കുന്നവന്മാരാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത് മീഡിയയിലൂടെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മീഡിയയിലൂടെ ഈ പുറത്തുവിട്ടിരിക്കുന്നവരെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം അവരുടെ വിവരങ്ങൾ തരണം എന്നാണ് പോലീസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്, ബീഹാറിലെ അടക്കം അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിടരും മുമ്പേ അവിടെയുള്ള സമരം കൊഴിഞ്ഞുപോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും പബ്ലിക് പോലീസിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പബ്ലിക് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ലീഗൽ ആക്ഷൻ ഇതിനെ തുടർന്നുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പല ഭാഗങ്ങളിലായിട്ട് ഡൽഹിയിൽ നടക്കുന്നത് ഓക്കെയാണ്, നരേന്ദ്രമോദിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ എന്ത് പറഞ്ഞുകൊണ്ട് സമരം നടത്താം, അത് നിങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഭരണകൂട ഭീകരതയാവും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല എന്ന് ആലോചിച്ച് നോക്കണം. ന്യൂസ് ഡെസ്ക്.